ഹായ്, ഇന്ന് നമ്മൾ അലൈനിൽ പോവാണ് കേട്ടോ. അലൈനിലൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ട്. അപ്പോൾ ഞാൻ റുവ റെഡി ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. റുവയുടെ മങ്കിനൊക്കെ എടുത്തിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് പതിവ് പോലെ നല്ല വെയിലാണ്, പക്ഷെ നമ്മൾ ഇന്ന് പോവാണ്, അലൈനിൽ പോകണം. അപ്പോൾ എന്തായാലും നമ്മൾ ജബൽ ഹഫീത്ത് കൂടെ പോവുക എന്നുള്ള പ്ലാനിലാണ് കേട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. അലൈനിൽ ഞാൻ അധികം പോയിട്ടില്ല കേട്ടോ, ആകെ 3 പ്രാവശ്യമൊക്കെയാണ് അലൈനിൽ പോയിട്ടുള്ളത്. പിന്നെ നമ്മൾക്ക് അങ്ങനെ പോകേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ അലൈനിൽ പോവല്ലേ, അപ്പോൾ എന്തായാലും ജബൽ ഹഫീത്ത് കൂടെ പോയിട്ട് കാണാം എന്നുള്ള പ്ലാനിലാണ് ഇങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. ഷാർജയിൽ നിന്ന് അലൈനിക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട് കേട്ടോ. ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ എടുക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ പാട്ടൊക്കെ വെച്ച് FM ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ പോകുന്നത്, അല്ലാതെ നേരം പോയില്ലല്ലോ. അപ്പോൾ അതാ നമ്മൾ അലൈനിലെത്തിയിട്ട് പിന്നെ നമ്മൾ ആദ്യം പോയത് ബർത്ത്ഡേ ഗിഫ്റ്റ് വാങ്ങാനുണ്ട്. അപ്പോൾ നമ്മൾ കണ്ടതാണ് ഈ കാർഡ്സൊക്കെ. കുറേയൊക്കെ ആനിവേഴ്സറി വിഷസും അങ്ങനത്തെ കാർഡ്സ് ആയിരുന്നു കേട്ടോ കൂടുതൽ. ബർത്ത്ഡേ കാർഡ്സൊക്കെ കുറവായിരുന്നു, ആകെ 2-3 ഉണ്ടായിരുന്നുള്ളൂ ബർത്ത്ഡേ കാർഡ്സ്. അപ്പോൾ ഇതാ നമ്മൾ ഗിഫ്റ്റൊക്കെ പാക്ക് ചെയ്ത് വാങ്ങിയിട്ട് കേട്ടോ. നമ്മൾ ലുലുന്നാണ് ഗിഫ്റ്റ് പർച്ചേസ് ചെയ്തത്. സ്പൈഡർമാൻ തീമിലായിരുന്നു കേട്ടോ നമ്മൾ ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞിറങ്ങി കേട്ടോ. നമ്മളിനി നേരെ ജബൽ ഹഫീത്തേക്ക് പോവാണ്. ഇപ്പോൾ ഏകദേശം ഒരു 3 മണി 3:30 ആ ഒരു ടൈമിലാണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ ഇതാ പോയി നമ്മൾ മലകളൊക്കെ കണ്ടു തുടങ്ങി. ഈ മലകളൊക്കെ കാണുമ്പോഴാണ് കേട്ടോ നമുക്ക് നമ്മളെ കേരളത്തിലത്തെ മലകളൊക്കെ ഓർമ്മ വരാം. നേരെ ഓപ്പോസിറ്റ്, അല്ലെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പച്ചപ്പാണെന്നുണ്ടെങ്കിൽ ഇതൊരു മണൽക്കൂന. നമ്മളിങ്ങനെ അടുത്ത് പോയി നോക്കുമ്പോൾ അങ്ങനെ കല്ലിങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന എന്താ പറയുക, ഒരു പിരമിഡൊക്കെ പോലെ വെറുതെ എന്തോ നമുക്ക് ഇവിടെ ഒരു നമ്മളെ കണ്ണൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു കുളിർമ എന്ന് പറയുന്ന സാധനം കിട്ടില്ല. ഈ മല എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ മനസ്സിലെപ്പോഴും വരാം കോടമഞ്ഞ്, നല്ല ഗ്രീനറി, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന നമ്മൾ ചെറിയ വെള്ളച്ചാട്ടം, അതൊക്കെയാണ് നമ്മളെ മനസ്സിൽ വരിക. ചിലപ്പോൾ നമ്മൾ കേരളത്തിൽ ജനിച്ചു വളർന്നതുകൊണ്ടായിരിക്കും കേട്ടോ നമുക്ക് ഈ മലകളൊക്കെ ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അല്ലെങ്കിൽ ഇവിടെയുള്ളവർക്കൊക്കെ ആണെങ്കിൽ ഇതൊരു നാച്ചുറൽ ബ്യൂട്ടി ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ എനിക്കെന്തോ അങ്ങനെ ഇതൊരു നാച്ചുറൽ ബ്യൂട്ടി ഒന്നും തോന്നിയില്ല. എന്തോ പിന്നെന്താ പറയുക, എല്ലായിടത്തും ഒരേപോലെ ആവില്ലല്ലോ. പിന്നെ ഇത് മരുഭൂമിയാണ്, മരുഭൂമിയിൽ നിന്ന് പച്ചപ്പിനെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഇതാ നമ്മൾ കുറച്ച് ഡ്രൈവ് ചെയ്തപ്പോൾ നമ്മളൊരു റെസ്റ്റ് ഏരിയയിൽ നിർത്തിയിട്ടോ. അപ്പോൾ ഇപ്പോഴും നല്ല വെയിലുണ്ട്, ഒരു 5 മണി ആ ഒരു ടൈം ആവുന്നേ ഉള്ളൂ. സൂര്യനൊക്കെ താഴ്ന്നു തുടങ്ങി. പിന്നെ ഇതാ നമ്മൾ വന്ന വഴികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കാറ് വരുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതിൽ, അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് കേട്ടോ. ജബൽ ഹഫീത്തിലേക്ക് ഏറ്റവും ഇഷ്ടമായത് ഇവിടുത്തെ മറ്റേ സിറ്റിംഗ് ഏരിയാസാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ ഇങ്ങനെ ഇരിക്കാനും നല്ല രസമുണ്ട്. ഇതാ ആ കാർതാ വരുന്ന ഇവിടെ വരെത്തിട്ടോ. ഒരു ചെറിയൊരു പച്ചപ്പ് അവിടെ ഉണ്ട്, ചെറുത്. അത് ആരോ നട്ട് വളർത്തിയിട്ടുള്ളതാണ്, എന്തോ കൃഷിയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ ഞാൻ അവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു. പക്ഷെ അധികം നേരമൊന്നും ഇരുന്നില്ല കേട്ടോ, നല്ല വെയിലായിരുന്നു. കാരണം നമ്മൾ ഡയറക്റ്റ് നമ്മളെ മേത്ത് കടിക്കുന്ന പോലെ വൈറ്റമിൻ ഡി കുറച്ച് കൂടുതലായിരുന്നു. പിന്നെ ഇതാ നമ്മൾ റുവ അവിടെ പതിവ് പെർഫോമൻസസൊക്കെ ഇറക്കി തുടങ്ങി. ഇപ്രാവശ്യത്തെ ലക്ഷ്യം ജ്യൂസാണ് കേട്ടോ. ജ്യൂസല്ല, പകരം നമുക്ക് മാംഗോ കുൽഫി ആണ് കിട്ടിയത്. അവിടെ ജ്യൂസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാ നമ്മൾ പിന്നെയും മുകളിലേക്ക് പോവാണ് കേട്ടോ. നമ്മൾ ഡ്രൈവിങ് പിന്നെയും തുടങ്ങി. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ടോപ്പിലെത്തിയപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ, സൂര്യനെ കാണാൻ നല്ല ഗോൾഡൻ സൂര്യൻ. അതേപോലെ തന്നെ എനിക്ക് സിറ്റിംഗ് അറേഞ്ച്മെൻറ്റ് ഭയങ്കര ഇഷ്ടമായി, നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. നമ്മളെന്താ ഒരു കഫേയിലൊക്കെ പോയൊരു ആ ഒരു മൂടൊക്കെ ആയിട്ട് എനിക്ക് തോന്നിയത്. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സൺസെറ്റായിട്ടില്ല, പക്ഷെ ആ ഒരു ഗോൾഡൻ സണ്ണും നല്ല രസമുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഇരിക്കാൻ. നല്ലൊരു കാറ്റും. നമ്മൾ അതിന് മുകളിലെത്തിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു തണുത്ത കാറ്റെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നല്ലൊരു കാറ്റ്. നമുക്കൊരു ഇപ്പോഴത്തെ ചൂടിനൊക്കെ പറ്റിയ നല്ലൊരു കാറ്റ്. ഞാൻ കുറേ നേരം അതെങ്ങനെ കൊണ്ടിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നടന്ന് ആ ഒരു എൻഡിലേക്ക് പോയിട്ടോ. അവിടെ ഇങ്ങനെ കണ്ടോ നമ്മൾ ഈ ഒരു എന്താ പറയുക കോമ്പസൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ
നമ്മൾ ഇത്രയും മലകളുടെ ഇത്രയും ഹൈറ്റിലാണ് നമ്മൾ കയറി വന്നത്. സൂര്യനടിയിൽ എത്തിയിട്ടുണ്ട്. ഇനി അസ്തമിക്കാൻ കുറച്ച് സമയം കൂടി ഉള്ളൂ. നല്ല ഭംഗിയുള്ള സൂര്യൻ. നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ ബീച്ചിലാണ് സൺസെറ്റ് കാണാൻ പോവുക. പക്ഷേ ഇവിടെ നമ്മൾ മലയുടെ ഇടയിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ മലയിൽ സൺസെറ്റ് കാണുന്നത്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. പിന്നെ ഇതാ കുറച്ച് നമ്മൾ ആ ഒരു സൺസെറ്റ് സൂര്യനെ വെച്ചിട്ടുള്ള ഫോട്ടോഗ്രാഫിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ. എത്ര നേരം പിടിച്ചിട്ട് ഇങ്ങനെ ശരിക്കും ആ ഒരു ഹാർട്ട് ഷേപ്പ് നമുക്ക് കിട്ടിയില്ല. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോന്നു. പിന്നെ ഇതാ സൂര്യൻ പോയപ്പോഴേക്കും ഇരുട്ടായി തുടങ്ങി. നമ്മളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കിത് ഓർമ്മ വന്നത് നമ്മളെ ഫ്ലൈറ്റിൽ നിന്നൊക്കെ നോക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു വ്യൂ ഇല്ലേ, അതേപോലെയാണ് എനിക്ക് തോന്നിയത്. നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആയിരുന്നു. യു എയുടെ ലൈറ്റ്സ് തന്നെ യു എയുടെ എന്താ പറയുക, നമുക്ക് കാണാൻ ഏറ്റവും ഭംഗിയുള്ളതായിട്ട് തോന്നിയത്. നല്ല ഭംഗിയുള്ളൊരു വ്യൂ ആയിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല രസമായിരുന്നു. നല്ലൊരു റിഫ്രഷിങ് ആയിരുന്നു ഇങ്ങനെ ലൈറ്റ്സൊക്കെ നോക്കി നിൽക്കുമ്പോൾ. പിന്നെ ഇതാ നല്ലോണം ഇരുട്ടായി തുടങ്ങി. ആളുകളൊക്കെ പോയി തുടങ്ങി കേട്ടോ. പിന്നെ ഒക്കെ ഒരു ബ്ലൂ കളർ ഒരു ഷെയ്ഡിലായിരുന്നു കേട്ടോ സ്കൈ ഉണ്ടായിരുന്നത്. നമ്മളൊരു സൈഡ് നോക്കുമ്പോൾ ലൈറ്റർ ഷെയ്ഡും മറ്റു സൈഡിൽ കുറച്ച് ബ്ലൂ ഷെയ്ഡും ആയിരുന്നു. ഒരു ചെറിയൊരു സ്ഥലത്തിൻ്റെ ഡിഫറൻസിൽ രണ്ട് ഷെയ്ഡായിട്ടാണ് കേട്ടോ നിന്നിരുന്നത്. നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ യു എ ഏറ്റവും കൂടുതൽ കാണാൻ ഭംഗിയുള്ളത് രാത്രിയാണ് കേട്ടോ. രാത്രിയിൽ ആ ലൈറ്റ്സും ആ ആകാശവും കാണാനാണ് ഏറ്റവും ഭംഗി. അത് ഈ മലമുകളിൽ നിന്ന് കാണുമ്പോൾ അതിൻ്റെ ഭംഗി കുറച്ചും കൂടി കൂടുതലാണ്. പിന്നെ ഇതാ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. തിരിച്ച് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. നേരെ ഷാർജയിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം ടയേർഡായിട്ടുണ്ടായിരുന്നു കാലത്ത് ഇറങ്ങിയതല്ലേ. പിന്നെ അത്യാവശ്യം ചൂടൊക്കെ ഉള്ള കാരണം അത്യാവശ്യം ടയേർഡായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പ്ലാനാണ്. അപ്പോൾ നമ്മളിതാ ജബൽ ഹഫീത്തിനോട് ബൈ പറഞ്ഞിട്ടുണ്ട് കേട്ടോ.